4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ 1 ലക്ഷം രൂപ ഡൊണേഷൻ. അതിന് ഞാൻ ഈ പറഞ്ഞതേ കണ്ണി കണ്ട ആപ്പ സ്കൂളിന്റെ കാര്യമൊന്നും അല്ല. ഒരു ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ അത്രയൊക്കെ കൊടുക്കണം. എടി കാശുള്ളവർ കൊടുക്കുമായിരിക്കും. ഞാൻ ഓട്ടിക്കണതേ വിമാനമൊന്നുമല്ല, ഓട്ടയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ മോക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തേ പറ്റൂ. നീ ഇങ്ങനെ വാശി പിടിക്കാൻ മാത്രം ഇവിടെ എന്തോ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചെന്നല്ലേ? സത്യമായിട്ട് ഇനി ടീച്ചർ പരാതി പറഞ്ഞാലേ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കും. ടീച്ചറൊക്കെ ചുമ്മാ പറയുന്ന. ഹേ രേവതി, വാട്സ്ആപ്പ്. വാട്സപ്പ്? സോറി, രേവതിക്ക് ഇംഗ്ലീഷ് വശമില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചതാ. ഈ വീട്ടിനകത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ പുറത്തു വരുമ്പോഴും അതേ വരുന്നുള്ളൂ. ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാ മോളെ പഠിപ്പിച്ചേ? Good, but it was a hectic day. I had a fight with Arya. She's becoming a headache for me nowadays. No, just leave it. How was Daksha's day? വാട്ട് ഇസ് ദിസ് മോളെ? വീട്ടിൽ എൻ്റെ അടുത്തും ഡാഡി അടുത്തും സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇങ്ങനെ പുറത്തും എല്ലാവരോടും സംസാരിക്കരുത്. കണ്ടില്ലേ രേവതി ആൻറ്റിയും ദക്ഷയും വായും പൊളിച്ച് നിൽക്കുന്നേ? അയ്യോ അങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നോ പ്രോബ്ലം രേവതി, ഇതിപ്പോൾ നമ്മൾ മാത്രമല്ലേ കണ്ടോളൂ. ഇവൾ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഓൾറെഡി ആ സ്റ്റാൻഡേർഡ് ഉണ്ട്. ദക്ഷയെ കൂടെ കുറച്ച് ബേസിക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. നാളെ രേവതിയുടെ അവസ്ഥ വരാൻ പാടില്ലല്ലോ. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഹസ് വരാൻ സമയമായേ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ലെറ്റ്സ് ഗോ, കം. ഇതായിരുന്ന കാര്യം. ആ ശ്രേയവൻ എന്താ പൊങ്ങച്ചം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വാലി പിടിച്ച് തൂങ്ങി വാശി കാണിക്കണായിട്ട് നിനക്കുണ്ടാ? നിങ്ങൾ രാവിലെ ജോലി എന്ന് പറഞ്ഞ് പോയാലേ പിന്നെ പാതിരാത്രിയാണ് ഇങ്ങോട്ട് കയറി വരണത്. അതിനിടയ്ക്ക് അയൽക്കാരത്തൊത്ത് സംസാരിക്കേണ്ടി വരണത് ഞാൻ. എന്ത് പറഞ്ഞാലും ശരി, ഇനി ആ ശ്രേയയുടെ അവളുടെ മോളുടെ മുമ്പിൽ നമ്മുടെ മോള് നാണം കെടാൻ പാടില്ല. അതുകൊണ്ട് അവളുടെ മോൾ പഠിക്കുന്ന അതേ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ നമ്മുടെ മോൾക്ക് അഡ്മിഷൻ എടുത്തേ പറ്റും. എടി, ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ വേണ്ടി ഇന്റർനാഷണൽ സ്കൂളുകളിൽ ചേർക്കണമെന്നുണ്ടോ? അവൾ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ തന്നെ കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ ശ്രദ്ധ കൊടുക്കാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? അതും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാം. അതല്ലേ നല്ലത്? സൗകര്യമില്ല, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാനേ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഹൗ ആർ യു? നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ഓൾഡ് ആർ യു? നിങ്ങളുടെ വയസ്സ് എത്രയാണ്? വാട്ട് ഈസ് യുവർ ജോബ്? നിങ്ങളുടെ ജോലി എന്താണ്? അണ്ടർസ്റ്റാൻഡ്? എന്റെ പൊന്നമ്മ നിർത്തി പറ. സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ടെൽ ഇംഗ്ലീഷ്, യു ടെൽ ഇംഗ്ലീഷ് ബാക്ക്. എവറി ഡേ സ്പീക്കിംഗ്, വി ബോത്ത് സൂപ്പർ. Then we go to Shreya talking English. She full shock. പതിവില്ലാത്ത സംസാരമൊക്കെ. എന്റെ പൊന്നമ്മ എനിക്ക് വിശക്കണം, അല്ല തിന്നാന്താ. ദക്ഷ, my head paining. Don't play. Ask food in English. എന്തോന്നാ ഇത്? You come today early. Vegetable bag where? You not buy? മക്കളെ, അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്ക് അറിഞ്ഞുകൂടെ അച്ഛ, സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേക്കോ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണോ? എനിക്ക് വയ്യ. ഇംഗ്ലീഷ് പറഞ്ഞതാണോ ഈ കേട്ടത്? Hello, no comedy here. I am very serious. You also speak English. If our English okay, admission okay. എൻ്റെ പൊന്ന് രേവതി, ദൈവം നിർത്തുവോ? നീ ഇപ്പം പറഞ്ഞ ഇംഗ്ലീഷ് ആണെന്നാണ് നിന്റെ വിചാരം? സമ്മതിക്കരുത്, ഒരിക്കലും നന്നാവാൻ സമ്മതിക്കരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് സെറ്റാക്കി ആ ശ്രേയയുടെ മോളുടെ മുമ്പിൽ പോയി 2 ഡയലോഗ് അടിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കൂല. എടി, നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നീ പഠിച്ചോ, പക്ഷെ അത് മറ്റുള്ളവർ മുമ്പിൽ ചെന്ന് ഷോ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. അയ്യോ, ആണോ? എന്നാ ശരി, ഷോ കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കണില്ല. മോളെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കില്ല, പ്രശ്നമില്ലല്ലോ. നീ ഇതുവരെ അത് വിട്ടില്ലേ? അയ്യടാ, ഞാൻ ആ സ്കൂളിൽ വിളിച്ചെല്ലാം സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂ. ചിലപ്പോൾ മോള് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. അതിനുള്ള ട്രെയിനിങ് ആണ് ഈ കാണുന്നത്. ഈ പ്രായത്തിലേക്ക് ഇംഗ്ലീഷ് പഠിക്കണം തുടങ്ങിയത് എങ്ങനെയാണ്? അതൊക്കെ പുട്ടുപോലെ പഠിക്കാം. അതിനല്ലേ ഡുവലിംഗോ. ഡുവലിംഗോയാ? അതെന്തോന്നു? ഇതാ കണ്ട, ഇത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ആപ്പാണ്. ഇതുവഴി ഇംഗ്ലീഷ് മാത്രമല്ല, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, അങ്ങനെ 40ഓളം ലാംഗ്വേജ് ഇതുവഴി പഠിക്കാം. 40 ലാംഗ്വേജാ? അപ്പൊ ഈ സാധനത്തിനെല്ലാം കൂടെ എത്ര രൂപയായി? പൈസയൊന്നുമില്ല, ഫ്രീ ആപ്പാണ്. എന്നും ഒരു 10 മിനിറ്റ് ചെലവാക്കിയാൽ നല്ല ഗെയിം കളിക്കുന്ന പോലെ മണിയായിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഇതുവഴി പഠിക്കാം.
അല്ല നിനക്ക് ഈ ആപ്പ് എവിടെ കിട്ടിയത്? അതെൻ്റെ മറ്റേ പഴയ ഫ്രണ്ടില്ലേ തമിഴ് സെൽവി, അവൾ പറഞ്ഞു തന്നെയാണ്. അവൾ ഈ തമിഴ് മീഡിയം സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. ഇംഗ്ലീഷ് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഇതിലേ തമിഴിൽ കൂടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് വെച്ച് പഠിച്ച് അവളിപ്പോൾ ഒരു US കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അവൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഈസി ആയിട്ട് പഠിക്കാം. ദേവു അത്രയ്ക്കൊക്കെ വേണം? വേണമെന്നാ അരുണേ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ അച്ഛനും മോളും കൂടെ ഡൗൺലോഡ് ചെയ്തേ ഇന്റർവ്യൂ പഠിക്കാനുള്ള വഴി നോക്കിയേ. ഗോ ഗെറ്റ് റെഡി. അച്ഛനമ്മ എവിടെ നിന്ന് കിട്ടിയച്ചാ? പറ്റിപ്പോയി മക്കളെ. കുറെ നേരം ആയല്ലേ. ടീച്ചറെ Please wait outside. ഓ താങ്ക് യു. എന്റെ പൊന്നരുണ് നാണം കെടുത്ത് അവിടെ നിൽക്ക്. എന്നെ കൊണ്ട് വേണ്ടാത്ത കോലം കടിച്ചിട്ട് ചൂടെടുത്തിരിക്കാൻ മനുഷ്യൻ അടയ്ക്കാനോളം. എന്തോ നീ കാണിക്കണം. ഇങ്ങോട്ട് വാ, ഇതൊക്കെ നേരെ ഇട അങ്ങോട്ട്. എടി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എടി? ഒരു ഓവറും ഇല്ല. എന്താ നീണ? അതെ, പഠിച്ചേക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവിടെ ചെന്ന് ബബ്ബ പഠിക്കില്ല. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനാണ് എനിക്ക് ടെൻഷൻ ആവണം കേട്ടോ. സത്യമായിട്ട് ഞാൻ മറന്നു പോവേ. ടെൻഷൻ എടുപ്പിക്കേണ്ടി പറഞ്ഞല്ലേ? അവിടെ പോയി അങ്ങനെയെങ്കിലും അവരെ വീഴ്ത്തണം. വീഴ്ത്തോ നിങ്ങള്? ദക്ഷ. ദക്ഷ, റെയിൻബോ ഹൗ മെനി കളേഴ്സ്? 7. ഫേവറേറ്റ് ഫുഡ്? Chicken noodles. 7 + 9? ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഫാസ്റ്റ് കാൽക്കുലേറ്റ്. 16. ഇവക്കെന്ത് വയ്യേ? ദക്ഷ അരുൺ, Hello. Good morning, madam. Me Arun, 35-year-old. This wife Revati, that kid Daksha, daughter of me. So Arun, what are you doing for a living? Yeah, I'm asking, what are you doing for a living? Living near Attakulangara. What? That Ramachandra supermarket bypass road. Oh God. God is Patrava Swami temple and Padangari temple. മുത്തരിയമ്മ കോയിൽ ആൾസോ. Yeah. What, Yaya? What are you saying? Daksha, at least please tell me something about yourself. I am Daksha Arun. I am 9 years old. I am studying in government school near my home. In my home there is father, mother and myself. Good. So, what's your father's job? He is an auto driver. Daksha, can you please sit outside? I want to talk to your parents. Okay, ma'am. No. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ദക്ഷ പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്, ഓക്കെ? ഞാൻ പറഞ്ഞത് ദക്ഷയ്ക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അയ്യോ അങ്ങനെയല്ല മാഡം, നമുക്ക് മനസ്സിലായി. സി അരുൺ, ദിസ് ഈസ് എൻ ഇൻ്റർനാഷണൽ സ്കൂൾ. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ പോലും മലയാളത്തിൽ സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ മലയാളം പറഞ്ഞാൽ പോലും മാനേജ്മെൻറ്റിന് എനിക്കെതിരെ ഫൈൻ ചാർജ് ചെയ്യാൻ പറ്റും. എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് അല്ല ഈ സ്കൂളിലുള്ളത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അയ്യോ അങ്ങനെ പറയല്ലേ മാഡം, എന്ത് എക്സ്പെൻസ് വന്നാലും നമ്മൾ നോക്കാം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. പോയി, എല്ലാം പോയി. ഞാൻ ശ്രേയയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടി നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്?
നമ്മളെ മോള് നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ? മോള് നന്നായിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ മൊത്തം കുളമാക്കിയില്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ ഫോണിൽ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്. എന്നിട്ട് പഠിക്കാതെ കയറി വന്നേക്കുന്നു. അവൾ എന്നിട്ട് പഠിച്ചിട്ടാണ് അവൾക്ക് പറയാൻ പറ്റിയത്. എടി നീ 2 ദിവസം മുമ്പ് ആപ്പ് എനിക്ക് എടുത്ത് തന്നത്. അതുപോലെ ഓട്ടത്തിൻ്റെ കടയിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? പഠിക്കാൻ സമയമില്ലായിരുന്നെങ്കിലേ സമയം കണ്ടെത്തണമായിരുന്നു. ആ പോട്ട്, ഇനി അടുത്ത വർഷം നോക്കാം. അടുത്ത വർഷം പോലും എന്താന്ന് വെച്ചാ ചെയ്. അമ്മയ്ക്ക് എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ല മക്കളെ, അമ്മയുടെ ആഗ്രഹങ്ങൾ കുറച്ച് വലുതായിപ്പോയി, അത്രേ ഉള്ളൂ. എന്തായാലും മോള് നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടോ, അച്ഛന് സന്തോഷമായി. വാ നമുക്ക് ചായയും പരിപ്പുടയും കഴിക്കാം. ഏത് കാലത്താണോ ആശയ സ്കൂളിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കാൻ തോന്നി? കൊണ്ടുവരാം. കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? കുടി. പോയി ഡ്രസ്സ് മാറി. ഞാൻ പിന്നെ മാറിക്കോളാം. അല്ലേലും ഞാൻ പറയണത് ഈ വീട്ടിലാരും കേൾക്കൂലല്ലോ. രേവതി, ആ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രേ വാ. ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഒരേ ബോറടി, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച്. നിങ്ങൾ എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നല്ലേ? ഞങ്ങളോ? ആരും പറഞ്ഞു? എൻ്റെ ഹസ്ബൻഡിന് അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് നല്ല ടൈപ്പാണ്. നിങ്ങളുടെ അഡ്രസ്സ് കൊണ്ട് ഡൗട്ട് തോന്നി, പരിചയക്കാരാണെന്ന് അറിയാൻ വേണ്ടി പ്രിൻസിപ്പൾ എന്നെ വിളിച്ചായിരുന്നു. അത് പിന്നെ മോക്കൊരു പ്രാക്ടീസ് ആയിട്ട് കരുതി. ഓ ചുമ്മാ അവിടെ പോയി നാണം കെടാനായിട്ട്. അല്ല, ഞങ്ങളതിന് അവിടെ ചെന്ന് നാണം കിട്ടുന്ന ശ്രേയരുടെ താരം പറഞ്ഞു. അരുണേ, ഈ കാശുള്ള വീട്ടിലെ പിള്ളേർക്ക് പറ്റിയ സ്കൂളല്ലേ ഇതൊക്കെ? നിങ്ങൾക്ക് അവിടെ പറ്റുമോ? അതിപ്പോ പറ്റാത്തല്ലോ, അവർ അഡ്മിഷൻ തരാഞ്ഞിട്ടല്ലേ. ഇനിയിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇന്റർവ്യൂവിന് പാസ്സാവാത്തോണ്ടല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതേ സ്കൂളിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റൊക്കെ എനിക്ക് ഒപ്പിച്ചേരാൻ പറ്റും. പക്ഷെ അതിന് മിനിമം 2 ലക്ഷം രൂപയെങ്കിലും വേണം. നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ 2 ലക്ഷം കൊടുത്ത അഡ്മിഷൻ കിട്ടൂ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുമോ? എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കൊച്ചു വരാറായേ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഷീ വിൽ ജസ്റ്റ് ഈറ്റ് മീ, യു നോ. പോട്ടെ എന്നാലേ. നോക്കണ്ട, നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അത് 2 ലക്ഷം രൂപ കൊടുത്താ ഇന്റർവ്യൂ ഇല്ലാതെ നമുക്ക് മോക്ക് അഡ്മിഷൻ എടുത്തുകൂടെ? എടി 2 ലക്ഷം രൂപയാണ്. വെളിയിൽ നിൽക്കണ മണ്ടമായ തെങ്ങ് പിടിച്ച് കുലിക്കാല്ല, 2 ലക്ഷം കിട്ടൂല. നമ്മുടെ മോളായാലും കുറച്ചുകൂടെ സീരിയസ് ആവണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ദക്ഷയ്ക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തേ പറ്റൂ. ഇപ്പൊ ഇവിടുന്ന് കളിയാക്കിയിട്ട് പോയ പെണ്ണുമ്പോൾ നമ്മുടെ വില എന്താണെന്ന് അറിയണം. എന്തിനി? നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്കൊന്നും കേൾക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശ് ഒപ്പിച്ചേ പറ്റൂ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമോ? ഇല്ല, എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. ചായ കുടിച്ചിട്ട് പോകണം. ഇല്ല, വേറെ ഓട്ടം ഉള്ളതുകൊണ്ടാ. അല്ലെ നീ വളരെ ചായ കുടിച്ചിട്ട് വരാം. എനിക്കൊരു മൂടില്ല. മൂടില്ലെന്ന് 2 ദിവസം കൊണ്ട് കാണാൻ തന്നെ നിന്റെ മൂടില്ലായ്മ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എൻ്റെ ഇരിപ്പുണ്ടോ? അയ്യോ, അടിച്ചു വെച്ചാൽ നോട്ട് ഉണങ്ങി കാണൂല. ഇല്ലെങ്കിൽ ഒരു കിഡ്നി തരട്ടാ. മനുഷ്യനെ പ്രാന്ത് പിടിച്ചിരിക്കും, കുണഞ്ഞ ഓടി അടിക്കില്ലേ. പിന്നെ ഇതിനൊക്കെ ഞാൻ എന്തോന്ന് പറയണം? നീ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചാണോ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കണേ? നിനക്ക് തലയ്ക്ക് ഓളം. എടാ, അവളെ തന്നെയാടാ ക്ലാസ്സിൽ ഫസ്റ്റ്. നീയല്ലേ അതിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആ സ്കൂളിൽ എന്താ ഇപ്പോൾ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. രേവതി എൻ്റെ അടുത്തൊന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് ഇപ്പം 3 ദിവസമായി. എന്നാൽ പിന്നെ അവളെ പിടിച്ചിരുത്ത് 3 നേരം ഇക്കിളിയാക്കി കൊടുക്കും, അവളെ ചിരിക്കും. എടാ, ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റ് ആവുകയാ. എടാ, ഇതങ്ങനെയല്ല, സീനാണ്. ഞാനേ എൻ്റെ അമ്മ എൻ്റെ പേര് എടുത്തുന്ന 3 സെൻറ്റ് സ്ഥലം അങ്ങ് വിറ്റാലോ എന്ന് ആലോചിക്കും. ഞാൻ ഉറപ്പിച്ച് നിനക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. എടാ, നിനക്ക് ആകെ ഉള്ളത് 3 സെൻറ്റ് സ്ഥലം തന്നെ, കിടക്കണ വാടക വീട്ടിൽ. നാളെ ദക്ഷയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ നീ എന്തോന്ന് എടുത്തിട്ട് വല്ല പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഒരു ആവശ്യത്തിന് വിൽക്കാമല്ലേ സ്ഥലമൊക്കെ. ആ ആവശ്യം ഇപ്പം വന്നെങ്കിൽ വിചാരിച്ചോളാം. നീ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, നമ്മളെ രാജേഷണ്ണൻ പോയെന്ന് കണ്ടു നോക്ക്. എൻ്റെ അച്ഛനുള്ള കാലത്ത് കുറച്ച് സഹായിച്ചിട്ടുള്ളതില്ലേ, നന്ദിയില്ലായിരിക്കൂല. പിന്നെ അങ്ങേരുടെ അടുത്ത് നിന്നിട്ട് ഭാര്യ ചിരിക്കുന്നില്ല, വീട്ടിൽ കോഴി മുട്ടയിടല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കൊച്ചിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യം നടത്തിയിട്ട് വരാൻ നോക്കണം കേട്ടാ. എന്നാലും ഞാൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനേ പറയൂ. ഇനിയിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല, ഞാൻ നാളെ തന്നെ അങ്ങനെ പോയി കാണാം. എന്തായാലും നീ ചായ കുടിക്കുന്നില്ല, സോഡ നാരങ്ങെങ്കിലും കുടിക്കാമോ?
നിങ്ങളിതിപ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെ കേട്ടോ. ഇതല്ലാതെ വേറൊരു വഴിയില്ലാത്തോണ്ടാ. മോളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചാൽ പോരെ? അല്ല, അതിനുവേണ്ടി വെറുതെ ഈ വസ്തുവൊക്കെ വെക്കണോ? എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? അപ്പം നമ്മളെപ്പോലുള്ള പിള്ളേരൊക്കെ നല്ല സ്കൂളിൽ പഠിക്കാൻ പാടില്ലെന്നാണോ? ഈ പറഞ്ഞ ചെയ്യേണ്ട മക്കളും ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ തന്നെ ആയിരിക്കില്ലേ പഠിക്കുന്നത്? എൻ്റെ മക്കൾ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് രേവതിയോട് ആരാ പറഞ്ഞത്? അവരുടെ അടുത്തുള്ള ഒരു എയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനും പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്, എന്നിട്ട് ഇതുവരെ എത്തിയില്ലേ. രേവതി, മക്കളെ നമ്മൾ എത്ര കാശ് മുടക്കി പഠിപ്പിക്കുന്നു എന്നുള്ളതിലല്ല, അവരെന്ത് പഠിക്കുന്നു, അവർക്ക് അറിവ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിലാണ് കാര്യം. ചേട്ടാ, അത് അവൾ അറിയാതെ പറഞ്ഞു പോയതാണ്. രേവതി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലായിരുന്നേ. എല്ലാ അച്ഛനമ്മമാർക്കും അവർക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്ന സ്കൂൾ കണ്ടിട്ടാവരുതെന്നേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വർഷം അടയ്ക്കേണ്ട ഡൊണേഷൻ 2 ലക്ഷം രൂപയെ പറ്റിയിട്ടാണ്. ഒരു വർഷം 3-4 ടേം ഉണ്ടാവും. ഓരോ ടേമിന് എത്രായിരം രൂപ ഫീസാവുമെന്നറിയാമോ? അതുപോട്ടെ, ഈ സ്കൂളുകളിലൊക്കെ തൊട്ടേനും പിടിച്ചതിനും ഓരോ പരിപാടികളുണ്ടാവും. അതിനൊക്കെ നല്ല പൈസയും ചിലവാകും. മോളെ കൂടെ പഠിക്കുന്നതൊക്കെ വലിയ കുടുംബത്തിലെ പിള്ളേരായിരിക്കും. അവരെ വീട്ടിൽ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങളെയും വിളിക്കും. നിങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഇനി പോയാൽ തന്നെ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് പോകാൻ പറ്റുമോ? അതുപോലെ അവിടുത്തെ പിള്ളേരുടെ സ്റ്റൈലും പത്രാസും ഒക്കെ കണ്ടിട്ട് മോളും അതുപോലെ വേണമെന്ന് വാശി പിടിച്ചാൽ നിങ്ങളെന്ത് ചെയ്യും? ഈ വക ചിലവുകളെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇനി നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ വർഷത്തെ കാര്യമാണ്. ദക്ഷ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലല്ലേ? അപ്പോൾ ഇനി എത്ര വർഷം എടുക്കും അവളുടെ പഠിത്തം തീരാൻ? അത്രയും വർഷവും നിങ്ങൾ ഈ ചിലവ് സഹിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ മോശമാണെന്ന്. അങ്ങനെ അല്ലായിരുന്നേ. അരുണിൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയൊരു കാർ വാങ്ങാനുള്ള ക്യാഷേ ഉള്ളൂ. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ BMW ബെൻസോ ഉണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അരുണ് പോയി കടവും കാവലും മറിച്ചൊരു BMW ബെൻസോ വാങ്ങിയാൽ അത് അരുണിനെ കൊണ്ട് താങ്ങുമോ? ഉള്ള കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അരുണെ, എനിക്കിപ്പോൾ ഇതൊരു ലാഭക്കച്ചവടമാണ്. നിങ്ങൾ പറഞ്ഞ തുകയ്ക്ക് ഈ വസ്തു എടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ ഞാനിത് വാങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അരുണെ, നിൻ്റെ കയ്യിൽ മോൾക്ക് വേണ്ടി ആകെയുള്ളൊരു സമ്പാദ്യമാണ് നീ ഇപ്പം നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അതും അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ സ്വന്തം മകളാക്കാൻ വേണ്ടി. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാനില്ല. ഞാൻ എന്തായാലും അഡ്വാൻസ് ഒക്കെ ഒപ്പിട്ട് തരാം. ചേട്ടാ ഒപ്പിടണ്ട. അരുണേ, അവളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കട്ടെ. ഭാവിയിൽ അവൾ വലുതായതിനു ശേഷം അവളോടും കൂടി ആലോചിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പാരൻസും അവരെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാൻ. നമ്മുടെ ബഡ്ജറ്റിനെയും വീട്ടുചെലവിനെയും വരെ ബാധിക്കുന്ന രീതിയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് അമിതമായ സാമ്പത്തിക ഞെരുക്കവും പിരിമുറുക്കവും കുടുംബങ്ങളിലുണ്ടാക്കും. അതുപോലെ സൊസൈറ്റിയെ പേടിച്ചോ അയൽക്കാരുടെയും റിലേറ്റീവ്സിന് മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയോ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്കൂളിൽ ചേർക്കാതിരിക്കുക. ഈ വീഡിയോയിലൂടെ കാശില്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പാടില്ലെന്നോ വലിയ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലെന്നോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. മറിച്ച് കടക്കെണിയിൽ അകപ്പെടാതെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പല സ്കൂളുകളിലും സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങൾ അറിയാനും പ്രയോജനപ്പെടുത്താൻ പാരൻസ് ശ്രമിക്കുക. നമ്മുടെ നാട്ടിലെ ഓരോ കുഞ്ഞുങ്ങളും മികച്ച വിദ്യാഭ്യാസം നേടി നല്ല അറിവുള്ള, നല്ല കഴിവുള്ള, നല്ല വ്യക്തിത്വമുള്ളവരായി മാറി ഈ സമൂഹത്തിലൊരു നല്ല മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. മാതാപിതാക്കൾ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരിക്കലും മാതാപിതാക്കൾക്ക് വലിയൊരു ബാധ്യതയായി മാറാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിലൂടെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കോണ്ടന്റ് ഐഡിയാസും ടോപ്പിക്സും നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക.
നമ്മുടെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.